ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനൈ, നമ്മൾ ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താവും അതും നമ്മൾ നോക്കാം. ഈ റീഡിങ്ങിന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നമ്മൾ നോക്കാൻ പോണത്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം. അപ്പോൾ എൻഡ് വരെ നോക്കുക. ഈ ചാനലിനെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എൻ്റെ ഏതും മെസ്സേജ് മിസ് ഔട്ട് ചെയ്യില്ല. ഞാൻ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിന് ഒരു നോട്ടിഫിക്കേഷൻ അയക്കും. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജെമിനൈ, 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. ഓവറോൾ എനർജി 7 ഓഫ് കപ്സ്. ഇതൊരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ക്ലാരിറ്റി ഇല്ല, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഷുവർ അല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഇത് ആക്ച്വലി ജെമിനൈയുടെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ക്ലാരിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. ഈ പേഴ്സണെ എവിടെ ഒരു പേടിയുണ്ട് നിങ്ങൾ ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യുമെന്ന് ഈ റിലേഷൻഷിപ്പിന്. അപ്പോൾ എന്തോ ഒരു കാര്യം റിവീൽ ആയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആ റെവലേഷൻ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര കൺഫ്യൂസ്ഡ് ആയാണ്. ആൻഡ് ഈ പേഴ്സണ് പേടി എന്താ വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമെന്ന് ഈ പേഴ്സണ് പേടിയുണ്ട്. ഈ 7 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? വേൾഡ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു എൻഡിങ് ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് മാതിരി ഒരു എനർജി ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് സോഡ്സ്, ഈ പേഴ്സൻ്റെ എനർജിയിൽ 7 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു കാര്യം പുറത്ത് വന്നിരിക്കണു, എന്തോ ഒരു റെവലേഷൻ ഉണ്ടായിരിക്കണു. ഈ റെവലേഷൻ മേ ബി ഒരു അഫെയറിൻ്റെ റെവലേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും റിവീലായി ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ എന്താ ഡിസിഷൻ എടുക്കണ്ടേ. ആൻഡ് ഇത് മേ ബി ഒരു സഡൻ റെവലേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ കുറേ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങൾ ഇതുവരെ ആ റെവലേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ ഒരു പുതിയ ബിഗിനിങ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോകണത്. അപ്പോൾ ഇതാണ് ഓവറോൾ എനർജി. ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ സൈഡിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്ന എനർജിയാണ്. അപ്പോൾ അഗൈൻ എന്തോ മുമ്പത്തെ മാതിരി അല്ല ഇവിടെ സിറ്റുവേഷൻ, എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ എന്താണ്? 2 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷനാണ് എടുക്കേണ്ടത്, ചോയ്സ് ആണ് എടുക്കേണ്ടത്. യൂണിവേഴ്സ് എവിടെയോ നിങ്ങളെ ഫോർവേഡിലേക്കാണ്, മുമ്പോട്ടേക്കാണ് കൊണ്ടുപോകണേ. പക്ഷെ നിങ്ങൾ സ്റ്റാഗ്നൻ്റ് എനർജിയിലാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാ അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഈ റിയാലിറ്റി കുറച്ചൊരു ഡൈജസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഡിഫിക്കൾട്ടാണ്. 2 ഓഫ് സോഡ്സ് ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ 2 ഓഫ് സോഡ്സിൽ? ഹൈറോഫാൻ, ടോറസ് എനർജി. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു മാരേജ് ആയിരുന്നു, ഓറൽസ് നിങ്ങൾ ഈ പേഴ്സണെ മാരേജ് ചെയ്യാൻ പോവായിരുന്നു. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഡെവിലാണ്, എന്തോ ഒരു ടോക്സിക് എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ മേ ബി ഒരു അഫെയറിൻ്റെ കാര്യമായിരിക്കാം, ഇല്ലാച്ചാൽ മേ ബി പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യണ മാതിരി ആയിരിക്കാം, ഓറൽസ് എന്തോ ഒരു ഫൈറ്റ്, ഇല്ലാച്ചാൽ ഒരു അബ്യൂസ് മാതിരി ഒരു എനർജിയും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ ഷോക്ക്ഡ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു സൈഡ് നിങ്ങൾ ഈ പേഴ്സൻ്റെ മുമ്പ് നിങ്ങൾക്ക് അറിയണ്ടായില്ല. അപ്പോൾ ഇതൊരു ഷോക്കിംഗ് റെവലേഷൻ ആണ്. ക്വീൻ ഓഫ് വാൻസ് നിങ്ങളുടെ സൈഡിലാണ് ഇവിടെ. അപ്പോൾ ക്വീൻ ഓഫ് വാൻസ് ഒരു കുറേ കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷേ ഇത് നിങ്ങളുടെ എനർജി അല്ല. ക്വീൻ ഓഫ് വാൻസ് ഇവിടെ ഒരു വേറെ പേഴ്സൻ്റെ കാരണമാണ് നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആയിരിക്കണേ.
മേ ബി നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ആരോ തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്, ഒരു പാസ്റ്റ് പേഴ്സൺ. ഓറൽസ് മേ ബി നിങ്ങൾ മുമ്പത്തെ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും സ്ട്രെസ് ആവണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ കുറേ നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ മെമ്മറീസ് ഒക്കെ നിങ്ങളെ കുറെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. 9 of Pentacles ഈ പേഴ്സൻ്റെ എനർജി, ഈ പേഴ്സൺ അവരുടെ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യണു. 9 of Pentacles ഇവിടെ എന്താണ്? 6 of Swords. ഈ അവരുടെ ഡിഫിക്കൾട്ട് എന്താ, നിങ്ങളെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെച്ചാൽ അതിനെ വിട്ട് അവർ മുമ്പോട്ട് പോകാനാണ് നോക്കണത്. പക്ഷെ ഇവിടെ അവർ നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. ഇവിടെ ഒരു ഏസ് ഓഫ് വോൺസ് ഉണ്ട്, കുറെ പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ പേജ് സോഴ്സ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ കുറെ സൂക്ഷിച്ചിട്ടാണ് ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഡീൽ ചെയ്യാൻ നോക്കണത്. കുറെ ഒരു ഡിഫെൻസീവ് എനർജിയിലാണ് നിങ്ങൾ. ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കിയാൽ നിങ്ങൾ കുറെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾ കുറെ റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവണം എന്നില്ല. അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും വരാൻ പോകുന്നുണ്ട്, ഒരു സ്കോർപ്പിയോ എനർജി. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഇവിടെ എന്താണ്? 4 of Swords. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് ഈ സമയത്ത്. ഈ പേഴ്സണും ഹീൽ ചെയ്യാനാണ് നോക്കണത്. പക്ഷെ ഇവിടെ 3 ആൾക്കാരുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പൊ എന്താണ്? അപ്പൊ ഇതൊരു എഫെയർ തന്നെ ആവണം എന്നില്ല. മേ ബി ഈ പേഴ്സന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും, ഒരു ഫാമിലി മെമ്പർ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിക്കണേ. അപ്പോ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരും. ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട്. ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ഈ സമയത്ത് അവർ സൈലന്റ് ആണ്, പക്ഷെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചാണ് അവർ ഓർക്കണേ. ഇവിടെ ഔട്ട്കം എന്തായിരിക്കും? ഔട്ട്കം 3 of Cups. ഔട്ട്കമിലും ഞാൻ റീകൺസിലിയേഷൻ ആണ് കാണുന്നത്. പക്ഷെ മേ ബി മുമ്പത്തെ മാതിരി അല്ല ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആവുന്നില്ല. പക്ഷെ ഇവിടെ സക്സസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ തിരിച്ചു വരും ഇവിടെ. പക്ഷെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഡിസപ്പോയിൻമെന്റ്, ഒരു എൻഡിങ്ങും ഉണ്ട്. അപ്പോൾ കുറെ കോംപ്ലിക്കേറ്റഡ് റീഡിംഗ് ആണ് ഇത്. എന്നുവെച്ചാൽ കുറെ മിക്സ്ഡ് ഇമോഷൻസ് ആണ് ഇവിടെ. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ ഈ പേഴ്സണിന്റെ തേർഡ് പാർട്ടിയിൽ വെച്ചാൽ എന്താ അവർ ചെയ്ത വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾ കുറെ ഹേർട്ട് ആയിരിക്കണു, അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കുറെ ഒരു അങ്ങനത്തെ ഒരു മിക്സ്ഡ് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് ഇത്. ഈ പേഴ്സൺ തിരിച്ചു വന്നാൽ മേ ബി നിങ്ങൾ കുറച്ച് ടെംപ്റ്റഡ് ആയിരിക്കും ഈ പേഴ്സണെ തിരിച്ചെടുക്കാൻ. പക്ഷെ ആദ്യം അത് ഔട്ട്കം 10 of Swords തന്നെയാണ്. അപ്പോൾ ആ മുമ്പത്തെ ഇഷ്യൂ എപ്പോഴും തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും റീകൺസൈൽ ചെയ്താലും ആ മുമ്പത്തെ ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 10 of Swords എപ്പോഴും ആ 10 of Swordsലേക്ക് വരണേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ജെമിനായി. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ നിങ്ങളുടെ എനർജി കുറച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അയക്കും. ഇല്ല വെച്ചാൽ മെസ്സേജ് ചെയ്യും, ഇല്ല വെച്ചാൽ ചാറ്റിൽ ഞാൻ അയച്ചു തരും. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അത് ആ ഡീറ്റെയിൽസ് കൂടിയും ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൂടിയും ഷെയർ ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.